ഹായ് എവരിവൺ, ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടെസ്റ്റിനകത്ത് എങ്ങനെ ഗ്രേഡിയൻറ്റ് കൊടുക്കാമെന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ റെക്റ്റാങ്കിളിനകത്ത് അല്ലെങ്കിൽ ഷേപ്പുകളിനകത്ത് ഗ്രേഡിയൻറ്റ് എങ്ങനെ കൊടുക്കാമെന്നുള്ളത് നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ പ്ലേലിസ്റ്റിനകത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ടെസ്റ്റിനകത്ത് എങ്ങനെയാണ് ഗ്രേഡിയൻറ്റ് കൊടുക്കുന്നത് നമുക്ക് നോക്കാം. ഈ വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഇവിടെ GFXman എന്നാണ് ഞാൻ ടെസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് 2 എണ്ണം വെച്ചിട്ടുണ്ട്. 2 മെത്തേഡിലാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 2 ടെസ്റ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ മെത്തേഡ്, ആദ്യത്തെ ടെസ്റ്റ് ഉപയോഗിക്കാം. അതിന് മുൻപേ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, 2 പാനൽ ഓണാക്കി ഇടുക. ഒന്ന് അപ്പിയറൻസ് പാനൽ വിൻഡോയ്ക്കകത്തൊന്ന്, അതുപോലെ തന്നെ രണ്ടാമത്തെ ഗ്രേഡിയൻറ്റ് പാനൽ. ഇത് 2 ഓണാക്കി ഇടുക, നമുക്ക് ആവശ്യമുണ്ട്. അതിനുശേഷം ടെസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് ടെസ്റ്റ് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത ശേഷം നമ്മളിവിടെ ഗ്രേഡിയൻ്റ് ആക്കിയാലൊന്നും വരില്ല, വേണമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഗ്രേഡിയൻ്റ് ആക്കി വന്നിട്ടില്ല, പഴയ പോലെ ഇട്ടേക്കാം. അതിനുശേഷം ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരു കളർ ഗൈഡ് എന്ന് പറയുന്ന സാധനം ഓണായിട്ടുണ്ട്. അത് കളർ സെലക്ട് ചെയ്യാൻ പോയതുകൊണ്ടാണ് അതങ്ങനെ ഓണായി, കുഴപ്പമില്ല. അപ്പോൾ ആ അപ്പിയറൻസ് പാനലിനകത്ത് പോയ ശേഷം ഈ ന്യൂ ഫിൽ, അതായത് ഈ റെക്റ്റാങ്കിളിൽ കൊടുത്തിരിക്കുന്ന ഈ വൈറ്റ് പോർഷനിലുള്ള ആ ന്യൂ ഫില്ലിൽ ക്ലിക്ക് ചെയ്യുക. അതല്ല എങ്കിൽ ഈ മോർ ഓപ്ഷനകത്ത് പോയിട്ട് ആഡ് ന്യൂ ഫില്ല് കൊടുത്താലും മതിയാകും. അങ്ങനെ കൊടുക്കുമ്പോൾ ഈ ഒരു ഫില്ല് ഇവിടെ കാണാവുന്നതാണ്. അതിനകത്തുനിന്ന് ബ്ലാക്ക് കളറിൻ്റെ അവിടെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാനൽ എന്ന് പറയുന്ന പേര് സ്വാച്ചസ് പാനൽ എന്നാണ്. അതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഗ്രേഡിയൻ്റ് ആവുന്നതായിട്ട് കാണാം. അതിനുശേഷം ബാക്കിയുള്ള എല്ലാം പഴയതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രേഡിയൻ്റ് പാനലിനകത്ത് പോയിട്ട് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഇത്രയും ഒരുപാട് പോയിൻറ്റുകൾ ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് കളർ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യാം, ഡബിൾ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകളൊക്കെ കൊടുക്കാവുന്നതാണ്, ഒരു കുഴപ്പവുമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഗ്രേഡിയൻറ്റ് ടൂൾ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മുകളിൽ നിന്ന് താഴോട്ടോ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റീഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്, ഒരു കുഴപ്പവുമില്ല. ഇതാണ് ആദ്യത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ്, സെലക്ഷൻ ചെയ്യുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് ഔട്ട്ലൈൻസ്, ഷിഫ്റ്റ് കൺട്രോൾ O ആണ് അതിൻ്റെ ഷോർട്ട് കട്ട് വരുന്നത്. അതല്ല എങ്കിൽ ടൈപ്പിനകത്ത് പോയിട്ടും ക്രിയേറ്റ് ഔട്ട്ലൈൻസ് കൊടുക്കാവുന്നതാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ ഇത് ടെസ്റ്റ് മാറി പാത്തായി മാറുന്നതായിരിക്കും. അങ്ങനെ പാത്തായാലുള്ള പ്രശ്നം നമുക്ക് എന്ത് ചെയ്യാം, ഇത് റീ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഈ MAN എന്ന് എഴുതിയതിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോയി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പെല്ലിംഗ് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതുപോലെ തന്നെ വേണമെങ്കിൽ അല്ല നമുക്ക് പാത്തിനെ എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. റൈറ്റ് ക്ലിക്ക് ചെയ്ത് അൺഗ്രൂപ്പ് ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. അതല്ലാതെ പറ്റില്ല. ബാക്കി ഗ്രേഡിയൻറ്റ് കൊടുക്കുന്നതെല്ലാം സെയിം തന്നെ. ഗ്രേഡിയൻറ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്താൽ മാത്രം മതിയാകും. ഗ്രേഡിയൻറ്റ് ഇവിടെ കൊടുക്കാം. അതുപോലെ തന്നെ ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അതെങ്ങനെ മനസ്സിലാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രേഡിയൻറ്റ് ടൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കണ്ടോ, ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് താഴോട്ട് വലിക്കാൻ നേരം എന്ത് ചെയ്യുന്നു, ഓരോ പോർഷനിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്, കണ്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെയും കൊടുക്കാം. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇതിന് ഒരു ജിക്ക് ഒരു സെപ്പറേറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ സെലക്ഷൻ ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, അൺഗ്രൂപ്പ് ചെയ്യുക. അൺഗ്രൂപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതിനെ മാത്രം സെലക്ഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഗ്രേഡിയൻ്റ് എടുത്തിട്ട് എനിക്ക് എന്ത് ചെയ്യും, വേറെ രീതിയിൽ വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടോ എന്താണെന്ന് വെച്ചാൽ കളർ വേണമെങ്കിൽ സെപ്പറേറ്റ് നമുക്ക് വേണമെങ്കിൽ റീ എഡിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്ത് ഉപയോഗിക്കാം. അതല്ല നമുക്ക് ടെസ്റ്റിനെ റീ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ ആദ്യത്തെ മെത്തേഡ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.